കീം 2024 റാങ്ക് ലിസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് CEE പബ്ലിഷ് ചെയ്തപ്പോൾ നമുക്കറിയാം, വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ ഡിസപ്പോയിൻമെൻറ്റ് സോഷ്യൽ മീഡിയയിലും അതുപോലെ പല രീതിയിലും ഷെയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ എന്തൊക്കെ കംപ്ലയിൻസ് ആണ് നമ്മൾ ജനറലായിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, ഈ കംപ്ലയിൻസിൻ്റെയും നിരാശയുടെയും വാലിഡിറ്റി, അത് എത്രമാത്രം അവർ നിരാശപ്പെടേണ്ടിയിരിക്കുന്നു, അതല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിൻ്റ് എത്രമാത്രം ശരിയായിരിക്കാം എന്നതിനെക്കുറിച്ചും പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല. മിക്ക വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ സ്റ്റാൻഡർഡൈസേഷനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞു പോവാണ്. അതെങ്ങനെയാണ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമുല പറയുമ്പോൾ എല്ലാവരും പറയുന്നു അതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കതിപ്പോൾ ചർച്ച ചെയ്യേണ്ട, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ, അങ്ങനെ പറയാതെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്ട് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന ഫോർമുല ഒരു സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഏത് കുട്ടിക്കും, അത്യാവശ്യം നമ്മളിപ്പോൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രയോ നമ്മൾ ഫിസിക്സിലും മാത്സിലൊക്കെ ഫോർമുലാസ് പഠിക്കുന്നു, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോർമുല മനസ്സിലാക്കാനായിട്ട് അധികം സമയം എടുക്കില്ല. അവസാനമായിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്താണ് ഗോയിങ് ഫോർവേഡ്, നമുക്കൊരു എന്തൊക്കെയാണ് പ്രപ്പോസൽസ് ഉള്ളത്, എന്താണ് നമ്മൾ ഭാവിയിൽ കുട്ടികളോട് പറയേണ്ടത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ കംപ്ലയിൻസിലേക്ക് വരാം. പക്ഷേ പ്രധാനമായിട്ടും കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് 27 മാർക്ക് +2ൻ്റെ 300 മാർക്ക് 360 എന്നുള്ളത് 300 ഞങ്ങൾ പ്രതീക്ഷിച്ച മാർക്കല്ല CEE പബ്ലിഷ് ചെയ്തത്. എന്തോ അവർ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നു, പക്ഷേ ഫൈനൽ മാർക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ 27 മാർക്കാണ് കുറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ പെർസെൻറ്റൈൽ സ്കോർ വെച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റാങ്ക് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച റാങ്കിനേക്കാളും 1000 അല്ലെങ്കിൽ ചിലർക്ക് 3000 റാങ്കുകളൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുത്തി. ചിലർ പറയുന്ന 5000 റാങ്ക് വരെ അവർ പ്രതീക്ഷിച്ചതിലും താഴെ പോയിട്ടുണ്ടെന്നാണ്. അവരുടെയൊക്കെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിചാരിച്ച കോളേജ്, ബ്രാഞ്ച് ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടാതെ പോവുകയാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇനി നമ്മൾ അവരുടെ മറ്റൊരു ചോദ്യമാണ്, ചിലർ പറയുന്നു പരീക്ഷ എളുപ്പമായതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ലല്ലോ പരീക്ഷ നടത്തുന്നത്, അപ്പോൾ പരീക്ഷ എളുപ്പമാകുന്നത് ബുദ്ധിമുട്ടാവുന്നത് ഞങ്ങളുടെ കൈകളിലല്ലല്ലോ, എന്തുകൊണ്ട് ഞങ്ങളുടെ മാർക്ക് കുറയ്ക്കണം എന്നാണ് അവരുടെ വാദം. ഇനി നമ്മൾ ഈ കംപ്ലയിൻസിൻ്റെ വാലിഡിറ്റി പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരാം. പക്ഷേ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ടോപ്പ് ക്രീം അല്ലെങ്കിൽ ജെന്വിൻ ആയിട്ട് ഉള്ള ഒരു IQ ഭയങ്കര ഹൈ ആയിട്ടും മെമ്മറി പവറൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് തീർച്ചയായിട്ടും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നു വിചാരിക്കാം. ആ കുട്ടിക്ക് 360 360 കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അവൻ CBSEയിൽ പഠിച്ചിരുന്നെങ്കിൽ അവന് 273 കിട്ടുള്ളൂ, അവന് ഫുൾ മാർക്ക് കിട്ടില്ല, ഒരിക്കലുമല്ല. ഈ ടീമുകളെ നമ്മൾ ഏത് സിലബസിൽ കൊണ്ടിട്ടാലും അവരവിടുത്തെ ടോപ്പറായിട്ട് അവരിയ്ക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് ഇതൊരു ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാനുള്ളൊരു കാര്യം. പക്ഷേ അവിടെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികളൊക്കെ എത്ര കുട്ടികളാണ് ഈ കീമിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. മിക്കവാറും ഞാനിപ്പോൾ ബ്രില്യൻ്റ് പാല അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത കുറച്ച് ഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ ടോപ്പേഴ്സ് എല്ലാവരും തന്നെ കീമിൽ നല്ല ഉയർന്ന റാങ്കുകൾ വന്ന എല്ലാവരും തന്നെ JEE അഡ്വാൻസിലും JEE മെയിൻസിലും നല്ല ടോപ്പ് റാങ്ക് വാങ്ങിച്ച് അവരൊന്നും കേരളത്തിൽ 99.9% ഉള്ളിൽ നിൽക്കില്ല. അവരെല്ലാം IITസിലും NITസിലേക്ക് പോകും. ഉദാഹരണം പറയാം, നിവിൻ സിബി എന്ന് പറഞ്ഞൊരു പേര് ഞാൻ ശ്രദ്ധിച്ചു ബ്രില്യൻ്റ് പാലയിൽ. ആ കുട്ടിക്ക് 360 സ്റ്റേറ്റ് സിലബസ്, അതുപോലെ തന്നെ JEE അഡ്വാൻസ്ഡ് വിച്ച് ഇസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ഫോർ IITs, അവന് 430 സംതിങ് റാങ്ക് ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് മെയിൻസിലും 600 സംതിങ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, വിതിൻ 1000 ഫോർ ഷുവർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി കീമിൽ 1ാം റാങ്ക് അല്ല. അതായത് JEE അഡ്വാൻസിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ 3ാമത്തെ റാങ്കാണെന്നാണ് എൻ്റെ ഒരു ഗസ് വർക്ക്. അതുപോലെ തന്നെ 360 മാക്സിമം 360 വാങ്ങിച്ചു. മെയിൻസിലും മേ ബി 6th or 7th ഇൻ ദ എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള, റൈറ്റ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കും അവന് കീം റാങ്ക് 1 ആണ് വേണ്ടത്. പക്ഷേ കുട്ടി കിട്ടിയത് കീം റാങ്ക് 84 ആണ്. പക്ഷേ ഇവിടെ ഇമ്പാക്റ്റ് എന്താണ്? ആ കുട്ടി ഒരിക്കലും
കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. തീർച്ചയായിട്ടും IIT-കളിൽ പോകുന്ന കുട്ടികൾ കീമിൻ്റെ റാങ്ക് ഈസ് ദേ ആർ ലീസ്റ്റ് ബോതേഡ്, റൈറ്റ്? അപ്പോൾ അതാണ് ഒരു ഒബ്സർവേഷൻ. രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 27 മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ നിരാശ പങ്കുവയ്ക്കും. ഞാൻ കുട്ടികളോടൊപ്പം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് ഈ ഫോർമുല അറിയാമായിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് ഓരോ വർഷങ്ങളിൽ സംഭവിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ആവറേജ് ഓർ ജസ്റ്റ് അബവ് ആവറേജ്, റൈറ്റ്? അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ വിത്ത് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് ചോയ്സ്, അല്ലെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള സ്റ്റേറ്റ് സിലബസ് എക്സാമിൽ അവർക്ക് 360 360 അല്ലെങ്കിൽ 350 തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ആ കാറ്റഗറിയിലുണ്ട്. ഈ കുട്ടികൾ അവരോട് തന്നെ ഒരുപക്ഷെ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, ഞങ്ങൾ എന്തുകൊണ്ട് സ്റ്റേറ്റ് സിലബസ് തിരഞ്ഞെടുത്തു? ഒരുപക്ഷെ ഞങ്ങൾ CBSE-യിൽ പോവുകയായിരുന്നില്ല, അവരുടെ കൂട്ടുകാരും കൂട്ടുകാരത്തികളൊക്കെ ഉണ്ടാവും. അവർക്ക് ഒരുപക്ഷെ അവരിൽ നിന്ന് ഒരുപാട് വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. എനിക്ക് CBSE-യിൽ 300-ൽ 260 270 കിട്ടാനുള്ള സാധ്യത കമ്പയർഡ് ടു എനിക്ക് ഇവിടെ ഫുൾ അടിക്കുന്ന ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ചോദ്യം അവരോട് തന്നെ ചോദിച്ചിട്ട് അവരുടെ ചുറ്റിലുമുള്ള കുട്ടികളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ ഉത്തരം ഇതിൽ ഇമ്മീഡിയറ്റ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പിന്നീടുള്ള സ്ലൈഡുകളിൽ അതിൻ്റെ കുറച്ച് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ഈ സംഭവം എന്താണ് എന്ന് അറിയേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടുണ്ട്. ഈ സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാമായിരുന്നു. ഈ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ഞെട്ടുന്നതിന് പകരം റിസൾട്ട് എങ്ങനെ ആവുമെന്ന് അവർക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് കുറച്ചെങ്കിലും ആലോചിക്കാം. ഞാൻ പൂർണ്ണമായിട്ട് പെർഫെക്ഷനോടുകൂടെ പറ്റുമെന്ന് പറയുന്നില്ല, ആലോചിക്കാമായിരുന്നു. നമുക്കതിലേക്കൊക്കെ വരാം. ഇനി ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല എന്താണെന്ന് എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കീം പ്രോസ്പെക്ടസ് നോക്കുകയാണെങ്കിൽ 59-ാമത്തെയും 60-ാമത്തെയും 61-ാമത്തെയും പേജുകളിലായിട്ട് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം ആരോ ഇത് പബ്ലിഷ് ചെയ്യുന്നു എന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം പ്രോസ്പെക്ടസിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു മാറ്ററാണ്. നിങ്ങൾ നമ്മുടെ CE വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് പോർട്ടൽ 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, പലരും അവോയ്ഡ് ചെയ്യുന്നൊരു എക്സ്പ്ലനേഷൻ, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ, ഞങ്ങൾക്ക് ചെറിയ ഡാറ്റ വെച്ച് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. ആദ്യം മനസ്സിലാക്കിയെടുക്കണം ഈ സംഭവം എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാമല്ലോ എങ്ങനെ വർക്ക് ചെയ്യാം. നിങ്ങൾ തൽക്കാലം വിചാരിക്കുക, ഒരു സബ്ജക്റ്റേ ഉള്ളൂ. നമുക്കൊരു സിലബസ് A ഉണ്ട്, ഒരു സിലബസ് B ഉണ്ട്. ഒരു 5 കുട്ടികൾ സിലബസ് A എഴുതുന്നു, ഒരു 5 കുട്ടികൾ സിലബസ് B എഴുതുന്നു. ഡിഫറൻ്റ് ആയിട്ടുള്ള 5 കുട്ടികൾ കേട്ടോ. അത് ഞാൻ A1 A2 A3 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവരുടെ എല്ലാ മാർക്കുകളും സിലബസ് Aയുടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ സാമ്പിൾ ഡാറ്റ. ഈ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് കേട്ടോ, ശരിക്കുള്ള ഡാറ്റ അല്ല. ശരിക്കുള്ള ഡാറ്റ തീർച്ചയായിട്ടും അടുത്ത സ്ലൈഡുകളിലേക്ക് വരുന്നുണ്ട്. 368 സിലബസ് Aയിൽ ഒരു സബ്ജക്റ്റ് എഴുതിയ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റുകളുണ്ട്. ഇതെല്ലാം 3ഉം സെപ്പറേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എനിക്കറിയാം. പക്ഷേ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഒരു സബ്ജക്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് നമുക്ക് പല സബ്ജക്റ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് Aയിൽ എഴുതിയ വിദ്യാർത്ഥികളുടെ 5 വിദ്യാർത്ഥികളുടെ ടോട്ടൽ 368. അതുപോലെ സിലബസ് Bയിൽ എഴുതിയ വിദ്യാർത്ഥികളുടെ ഒരു സാമ്പിൾ സം എന്ന് പറയുന്നത് 463. ഒരു കുട്ടിക്ക് 75 കിട്ടുന്നു, മറ്റൊരു കുട്ടിക്ക് 90 കിട്ടുന്നു, 2 കുട്ടികൾക്ക് ഫുൾ അടിക്കുന്നു, ഒരു കുട്ടിക്ക് 98 കിട്ടുന്നു. 100-ലാണ് ഈ മാർക്കുകളെല്ലാം. അതേസമയം സിലബസ് A നോക്കി നിങ്ങൾക്ക് കണ്ടാലറിയാം, ഏറ്റവും മാക്സിമം മാർക്സ് വന്നിരിക്കുന്നത് 95 ഈ സാമ്പിൾ ഡാറ്റയിൽ. പിന്നെ 85, 68 അങ്ങനെ പോകുന്നു. ഇനി ഇവിടെ നിങ്ങൾ മീൻ എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കാണുമ്പോൾ മീൻ കണ്ടോ, ഈ മീൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ 368-നെ എത്ര കുട്ടികൾ എഴുതിയോ ആ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. 368/5 ആണ് 73.6. അതുപോലെ തന്നെ സിലബസ് Bയിൽ 463/5 ആണ് 92.6. ഇനി അടുത്തൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് തീരോട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. വേരിയൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. A1 എന്ന് പറയുന്ന കുട്ടിയുടെ 55 മാർക്ക് ഈ മീനിൽ നിന്ന് എത്ര കണ്ട് ദൂരെയാണ്? ഒന്നുമില്ല, സിമ്പിൾ. 73.6 മീൻ
അതിൽ നിന്ന് 55 കുറച്ചാൽ നിങ്ങൾക്ക് 18.6 കിട്ടും. ഇതിന് പറയുന്നതാണ് വേരിയൻസ്. അതുപോലെ നിങ്ങൾ 5 കുട്ടികളുടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ഇവിടെ വീണ്ടും സിലബസ് ബിയിലെ വേരിയൻസ് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചുമ്മാ ഇതിനെ സ്ക്വയർ ചെയ്യുക. നിങ്ങൾ കുട്ടികളൊക്കെ സ്ക്വയർ ചെയ്യാറിയാം. 18.6ൻ്റെ സ്ക്വയർ എടുക്കുക, 8.6ൻ്റെ സ്ക്വയർ എടുക്കുക, 5.6ൻ്റെ സ്ക്വയർ എടുക്കുക. ഇതെല്ലാ സ്ക്വയറുകളും കൂടി കൂട്ടി കിട്ടുന്നതാണ് 1039.2 എന്നുള്ള നമ്പർ. ഇത് സ്ക്വയർ ഓഫ് സം ഓഫ് വേരിയൻസ്. സിമ്പിളാണ്, ഒന്നുമില്ല. ഇനി വരുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഞാനിവിടെ STD എന്ന് പറഞ്ഞ സംഭവം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ പേടിക്കേണ്ട, ഒന്നുമില്ല. നമുക്ക് കിട്ടിയ സ്ക്വയർ ഉണ്ടല്ലോ, ഇതിനെ ഈ n-1 എന്ന് പറഞ്ഞാൽ ഇവിടെ 5ആണ്. സാമ്പിൾ ഡാറ്റ നമ്മൾ 5ആണ് എടുത്തിരിക്കുന്നത്. 5 - 1 എത്ര? 4 അല്ലേ? ഈ 4നെ 4 കൊണ്ട് ഈ 1039നെ ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 16 കിട്ടും. ഞാൻ വീണ്ടും പറയുന്നു, വേരിയൻസ് കാണാം, വേരിയൻസിനെ സ്ക്വയർ ചെയ്യുക, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 5 - 1 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. ഇത്രയുള്ള സംഭവം. അത് ഈ നമ്മൾ സാമ്പിൾ പോപ്പുലേഷൻ എടുക്കുന്നതുകൊണ്ട് ഇത് n-1 ആണ്. ഒരു ലാർജ് ആക്ച്വൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഇത് n ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 5 കുട്ടികളുടെ ഒരു ലാർജർ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ പോലെ തന്നെ കണക്കാക്കിയിട്ടുകൊണ്ടാണ് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അത് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ മനസ്സിലാക്കി, മീൻ മനസ്സിലാക്കി. വളരെ സിമ്പിളാണ്. ഇത് സിലബസ് എക്ക് മീൻ വളരെ കുറവാണ്, സിലബസ് ബിക്ക് മീൻ കൂടുതലാണ്. ഇത് റിലേറ്റീവ് ആണ് കേട്ടോ, ഇത് അബ്സല്യൂട്ടിൽ റിലേറ്റീവ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിലബസ് എക്ക് 16.1 ആയപ്പോൾ സിലബസ് ബിക്ക് അത് കുറവാണ്. ഇനി ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേറെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എന്തിനാണ് ഇത്ര പറ്റുന്ന ഫോർമുല, എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇത് എന്നെ പോലെയുള്ള ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് എന്തിനാണ് ഞാൻ അത് മനസ്സിലാക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ ജസ്റ്റ് ആവറേജ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ആവറേജിൻ്റെ ആവറേജ് എത്രയാണെന്ന് ചോദിക്കുന്നത് പോലെയാണ്. പക്ഷേ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആവറേജിൽ നിന്ന് മറ്റുള്ള കുട്ടികളുടെ മാർക്കൊക്കെ എത്രമാത്രം ദൂരത്തിലാണ്, ആ സ്പ്രെഡിനെ ഉദ്ദേശിക്കുന്നത്. സ്പ്രെഡ് എന്ന് പറയും. ഇപ്പോൾ ചില കുട്ടികൾക്ക് വളരെ മാർക്ക് കുറവ്, ചില കുട്ടികൾക്ക് കുറച്ച് മാർക്ക് കൂടുതൽ, അപ്പോൾ സ്പ്രെഡ് കൂടും. അതേസമയം ഈ മീനിൻ്റെ ചുറ്റുവട്ടത്ത് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മാർക്കുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്പം കുറയും. ഇപ്പം ഞാൻ ഈ സിലബസ് എ ഒരു CBSEയുടെ ചെറിയ റെപ്രസെൻറ്റേറ്റീവ് ഡാറ്റ പോലെ ഒരു സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. സിലബസ് ബി സ്റ്റേറ്റ് സിലബസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചത് ആക്ച്വലി ഒന്നും അല്ല കേട്ടോ, വീണ്ടും സാമ്പിളാണ്. നോക്കിയാൽ അറിയാം, ഇവിടെ ആവറേജ് മാർക്ക് വളരെ കൂടുതലാണ്, ഇവിടെ ആവറേജ് മാർക്ക് താരതമ്യേന കുറവാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് മാർക്ക്, സ്റ്റേറ്റ് സിലബസിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാർക്കല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്പം കുറവാണ്, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്പം കൂടുതലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും ഈ സ്റ്റാൻഡേർഡൈസേഷനും ഒക്കെ നടത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അസംഷൻ ഉണ്ട്. ഈ ഗ്രൂപ്പിൽ എല്ലാ മിക്സ് ഓഫ് കുട്ടികളുമുണ്ട്. അല്ലെങ്കിൽ പഠിപ്പിസ്റ്റുകളുടെ സിലബസ് അല്ല CBSE, അല്ലെങ്കിൽ ആവറേജ് കുട്ടികളുടെ സിലബസ് ആണ് സ്റ്റേറ്റ് സിലബസ്, അങ്ങനെ ഒന്നുമല്ല. ഇതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ആവറേജ് ഉണ്ടാവും, പഠിക്കാൻ അല്പം പിറകോട്ട് വരുന്ന കുട്ടികൾ എല്ലാ സിലബസിലും ഉണ്ടാകും എന്നൊരു അസംഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക. പിന്നെ ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, 50% എൻട്രൻസ് റാങ്കിൻ്റെ വെയിറ്റേജ് +2 മാർക്കിൻ്റെയും 50% വെയിറ്റേജ് ആക്ച്വൽ എൻട്രൻസ് എക്സാമിൻ്റെയും ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ 50% +2ൻ്റെ മാർക്ക് പല സിലബസിൽ എഴുതി കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ നമ്മൾ ഏകീകരിക്കും? അതിനു വേണ്ടിയിട്ടാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതുപോലെ ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രൂവൺ ഫോർമുലയാണ്. ഇത് CEക്കാർ ഒരു രാത്രി കൊണ്ട് കണ്ടുപിടിച്ചൊന്നുമില്ല, ഒരു പ്രൂവൺ ഫോർമുലയാണ്. ഒരുപാട് ഓർഗനൈസേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഫോർമുലയാണ്. 2 ഡിഫറെൻറ്റ് സ്കെയിലിലുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെ ഒരു സ്കെയിലിലേക്ക് എങ്ങനെ നമുക്ക് ഏകീകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു കാര്യം നമുക്ക് നടത്തണമെങ്കിൽ ഇതാണ് അതിൻ്റെ നേരായ അല്ലെങ്കിൽ ശരിയായ മാർഗം. ഫോർമുലയെ സംബന്ധിച്ചെടുത്തിട്ടോ, ഇത് കുട്ടികളുടെ അഭിപ്രായമല്ല, ഇത് ഫോർമുലയുടെ അഭിപ്രായമാണ്. ഫോർമുല പറയാണ്, ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കായി സ്റ്റാൻഡർഡൈസ് ചെയ്ത് തരുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ്റെ ആക്ച്വൽ ഫോർമുലയിലേക്ക് വന്നിട്ടില്ല, നമ്മളതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഗ്ലോബൽ മീൻ ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ നേരത്തെ നമ്മൾ ആ സിലബസിൻ്റെ മീനിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇവിടെ നമ്മൾ ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുണ്ട്. ഇത്രയുള്ള സംഭവം. നിങ്ങൾ ഈ സിലബസ് എയിൽ നിങ്ങൾ നേരത്തെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടപ്പോൾ, സിലബസ് ബിയിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടപ്പോൾ, ഗ്ലോബൽ മീൻ എന്ന് പറയുന്നത് സിലബസ് എയിലെ ഈ 5 കുട്ടികളുടെ മാർക്കും
സിലബസ് ബിയിലെ ഈ 5 കുട്ടികളുടെ മാർക്കും കൂടെ എല്ലാ മാർക്കും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 5 അല്ല, മൊത്തം 10. അതായത് ഈ മൊത്തം കുട്ടികളുടെ പൂൾ 10 കുട്ടികളുടെ 10 മാർക്ക് നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആണ് ഈ ഗ്ലോബൽ മീൻ. ആ വാക്ക് നിങ്ങൾ ഗ്ലോബൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗ്ലോബൽ എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് കുറേ കൂടെ വൈഡായിട്ട് അല്ലേ. അപ്പോൾ അതാണ് ഈ 83.1. അതുപോലെ നേരത്തെ ഫോർമുല പോലെ തന്നെ ഈ ഗ്ലോബൽ വേരിയൻസ് ഓരോ കുട്ടിയുടെ മാർക്കിനും കാണാം. അത് കഴിഞ്ഞിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക, ഡിവൈഡഡ് ബൈ 10 - 1 9. അത് കഴിഞ്ഞ് സ്ക്വയർ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും 16.32. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്കറിയാം, ഈ ഗ്ലോബൽ മീൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് രണ്ടും 2ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സിലബസ് എ is different from the global standard deviation. The standard deviation of syllabus B is different from global standard deviation. അതുപോലെ തന്നെ mean of syllabus A 73.6 is different from the global mean. ഇത് 92.6 ഇതും സെയിം അല്ല. അപ്പോൾ ഗ്ലോബൽ എന്നത് മൊത്തമായിട്ടുള്ളതാണ്, ഒരു സിലബസിനെ വെച്ചിട്ടല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കും കൂടെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത നമുക്ക് പോകാം ഈ ആക്ച്വൽ ഫോർമുല, ഫൈനൽ മാർക്ക് ഈ സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന്. ഈ വലത്തെ വശത്ത് കാണുന്ന ഈ ഫോർമുലയാണ് നമ്മൾ ഫൈനൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ച ഈ എക്സാമ്പിൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിൽക്കറിയാം. GM ഗ്ലോബൽ മീൻ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ സംഭവം, GSD ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം, മാർക്സ് ഇവിടെ കുട്ടിക്ക് ലഭിച്ച മാർക്കാണ്. ഏത് സിലബസിലാണോ ആ കുട്ടിക്ക് ലഭിച്ച മാർക്ക് അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള മാർക്കാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടില്ല. ഇത് ആക്ച്വൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 100ലേക്ക്, 120ലാണ് ഒരു വിഷയത്തിൻ്റെ മാർക്കെങ്കിൽ അത് 100ലേക്ക് കൺവേർട്ട് ചെയ്ത മാർക്കാണ് ഇത് സ്റ്റേറ്റ് സിലബസുകാരുടെ. മറ്റേത് പിന്നെ നേരിട്ട് 100ലാണ് മാർക്ക് മാറ്റേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ കാണുന്നതാണ്, ഇതാണ് ആ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സിലബസിൻ്റെ, ഇവിടെ ഒരു സബ്ജക്റ്റ് ഉള്ള കാരണം കൊണ്ട് രണ്ടും സെയിം ആണ്, ആ സിലബസിൻ്റെ മീൻ. ഇത് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ സിലബസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഗ്ലോബൽ മീൻ കണക്കാക്കുക, പിന്നെ ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ കണക്കാക്കുക. നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് ഈ സബ്ജക്റ്റ് മീൻ കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ സബ്ജക്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് ഡിവൈഡ് ചെയ്യുക. അത് ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ ഇത് നാം ആഡ് ചെയ്യുക. ഇത് കിട്ടുന്ന മാർക്കാണ് നമ്മുടെ കീമിലെ 50% ആവശ്യമുള്ള +2 മാർക്കായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ഒരു കുട്ടി പറയാൻ എനിക്ക് 360 കിട്ടി, പക്ഷേ എനിക്ക് 273 ഉള്ളൂ. അത് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. GM GSD എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഈ സാമ്പിൾ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കും. ഇനി ഫോർമുല എന്ത് നമുക്ക് തരുന്നു? ഈ ഭാഗം ഞാൻ നേരത്തെ കാണിച്ച ഭാഗമാണ്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതാണ് A1 എന്ന് പറഞ്ഞ കുട്ടിക്ക് സ്റ്റാൻഡർഡൈസേഷന് മുൻപ് കിട്ടിയ മാർക്ക് 55ആയിരുന്നു 100-ൽ. ഇത് കണ്ടോ, ഫൈനൽ മാർക്സ് ആഫ്റ്റർ സ്റ്റാൻഡർഡൈസേഷൻ ഇപ്പോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 64.27, ഏകദേശം ഒരു 9.27ൻ്റെ വർധനവ്. A2 65 മാർക്ക് കിട്ടിയ കുട്ടിക്ക് ഇപ്പോൾ 74. അതേസമയം നിങ്ങൾ സിലബസ് ബി നോക്കൂ. സിലബസ് ബി 75 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 56 ഉള്ളൂ. 90 മാർക്ക് കിട്ടിയ കുട്ടിക്ക് 79. ഇപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ ഇത് വലിയ നഷ്ടക്കച്ചവടമാണല്ലോ അളിയാ എന്ന് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സിലബസ് ബിയിൽ വാരിക്കോരി മാർക്ക് കിട്ടാൻ എത്ര എളുപ്പമാണ് നോക്കി. വെറുതെ പോവുക 90, 100, 100, 98. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾ സിലബസ് എയിലും ബിയിലും പഠിക്കുന്നതാണ് ഞാൻ അസ്യൂം ചെയ്ത് പറഞ്ഞല്ലോ. അവർക്ക് ഈ സംഭവം നടക്കുന്നില്ല. അവർക്ക് 65, 68 ഇഴഞ്ഞ് നീങ്ങാണ്. എക്സെപ്ഷൻ കുട്ടികൾക്കാണ് 85, 95 കയറി വരുന്നത്. അപ്പോൾ ഇവിടെ മാർക്കിന് എവിടെയാണ് വില? ഇപ്പോൾ നമ്മൾ പറയും ഒരു നോട്ട് അടിക്കുന്ന മെഷീനിൽ നോട്ട് ഇങ്ങനെ അടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോട്ടിന് വല്ല വിലയുണ്ടോ? അതുപോലെ തന്നെ മാർക്കിന് എവിടെയാണ് വില? സപ്ലൈ കൂടുതലുള്ള ഒരുപാട് ആൾക്കാർക്ക് എല്ലാം അതുള്ള സ്ഥലത്ത് മാർക്കിന് വില കുറയും. ഇവിടെ തീരെ കഷ്ടിച്ച് മുഷ്ടിച്ച് മാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ പേപ്പറിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും മാർക്ക് ലഭിക്കാൻ പ്രയാസമുള്ള ഈ സ്ഥലത്ത് മാർക്കിൻ്റെ വില കൂടും. ഇതാണ് സിമ്പിളായിട്ട് സ്റ്റാൻഡർഡൈസേഷനിൽ സംഭവിക്കുന്നത്. ഇതല്ലാതെ അയ്യോ എൻ്റെ മാർക്ക് പോയി അല്ലെങ്കിൽ എൻ്റെ മാർക്ക് കൂടി എന്നുള്ളത്. സ്റ്റാൻഡർഡൈസേഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ ആരെയൊക്കെ പരാതി എന്തൊക്കെ പരിഭവങ്ങൾ പറഞ്ഞാലും ഫോർമുലേനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർമുല ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് സയൻറ്റിഫിക് വേ ഓഫ് ബ്രിങ്ങിങ് ടുഗദർ 2 scales ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ ടു 1 scale, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത. ഇനി ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സ്റ്റാൻഡർഡൈസേഷൻ ഡാറ്റ യൂസ്ഡ് ഫ്രം CE വെബ്സൈറ്റ്. ഇനി ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒരു സാമ്പിൾ ഡാറ്റയാണ്. നമ്മൾ CEE ആക്ച്വൽ ഡാറ്റ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് കാണിച്ചു തരാം.
നിങ്ങൾ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവരുടെ മെയിൻ ഹോം പേജിൽ പോകുകയാണെങ്കിൽ റിസൾട്ട്സ് ഹൈലൈറ്റ്സ് ആൻഡ് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും സബ്ജക്ട് വൈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ സ്റ്റാൻഡേർഡ് ഇങ്ങനൊരു ലിങ്ക് കാണാം. ഇതെല്ലാവർക്കും കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്നൊരു PDF ആണ്. ആ PDFൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ത്, ഈ വർഷത്തെ ഗ്ലോബൽ മീൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലോബൽ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ഈ വർഷത്തെ കാൽക്കുലേഷന് വേണ്ടി CEE ഏത് ഡാറ്റയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 2024 മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന് ഗ്ലോബൽ മീനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 64.1281 മാർക്കാണ്. ഞാൻ നേരത്തെ എൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞ ആ വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈ PDF ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ്. സ്റ്റേറ്റ് സിലബസിലെ എല്ലാ കുട്ടികളുടെയും, നമ്മൾ മറ്റേ ഉദാഹരണത്തിൽ 5 or 10 ആണ്, അവർ 10, 60,000, 70,000, 80,000 കുട്ടികളുടെ ഡാറ്റ എടുത്തിട്ടാണ് കൃത്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ വീണ്ടും അവരുടെ അതേ ഡോക്യുമെൻ്റ് അതിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഓരോ വർഷങ്ങളിലെയും ഡാറ്റ അവരിട്ടുണ്ട്. 2024 മാത്തമാറ്റിക്സിൻ്റെ മീൻ CBSE സിലബസ് ആട്ടോ ഇവിടെ. മറ്റേത് ഞാൻ ഗ്ലോബൽ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഗ്ലോബലാണ്, എല്ലാ സിലബസും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ള മാർക്കാണ്. ഇത് CBSEക്കാരുടെ മാത്രം മീൻ, CBSEക്കാരുടെ മാത്രം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഓരോ സബ്ജക്റ്റ് വൈസും മാത്തമാറ്റിക്സിൽ എത്ര, ഫിസിക്സിൽ എത്ര. ഞാൻ നേരത്തെ നമ്മുടെ ആ സ്നാപ്ഷോട്ട് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചില്ലേ സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ സിലബസിൻ്റെ, അതാണ് ഇത് ഗ്ലോബൽ അല്ല. ഇനി നിങ്ങൾ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും കേരള ബോർഡ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഇതുപോലെ ഓരോ വർഷത്തെയും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഡോക്യുമെൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നതാണ് എന്ത്, ഈ ഡാറ്റ ഞാൻ അവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ രണ്ട് സെറ്റ് ഓഫ് ഡാറ്റ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാണ്. ഒന്ന് നമ്മുടെ ഗ്ലോബൽ മീൻ, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്, ഇതെല്ലാം ഈ ഡാറ്റയൊക്കെ PDF ഡോക്യുമെൻറ്റ്, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാനത് എളുപ്പത്തിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വേണ്ടി കൊടുത്തു. CBSEയുടെ ഡാറ്റ ഇതാണ്, SL സിലബസിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതാണ്, കണ്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് നോക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഫോർമുല സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, ഞാൻ വീണ്ടും ഇവിടെ ഈ ഗ്ലോബൽ മീനും ഗ്ലോബൽ സ്റ്റാൻഡേർഡൈസേഷനും നമ്മുടെ സബ്ജക്റ്റിൻ്റെ മീനും സബ്ജക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ച് കുറച്ച് ഡാറ്റ ഞാൻ CBSEയിൽ സ്റ്റുഡൻറ്റ് 1 3 പേപ്പറിലും ഫുൾ മാർക്ക് സ്കോർ ചെയ്തു, 300 മാർക്ക് കിട്ടിയ കുട്ടിയുടെ ഇതിൽ ശരിക്കുമുള്ള അവൻ്റെ മാർക്ക് 300ആണ്. സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300-നേക്കാളും കൂടുതൽ മാർക്ക് ആ ഫോർമുല വെച്ച് കിട്ടി. പക്ഷേ 300ആണ് ക്യാപ്പ്, നമ്മൾ 300. ഓക്കെ, അപ്പോൾ അവന് മാർക്കിൽ വ്യത്യാസമില്ല. സ്റ്റുഡൻറ്റ് 2 ഒരു കുട്ടിക്ക് 94, 98, 100 ആണെന്ന് വിചാരിക്കുക. അവൻ്റെ ആക്ച്വൽ മാർക്ക് 292 ആണ്. പക്ഷേ ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻ 292. വീണ്ടും ഞാൻ പറയുന്നു, ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച മാർക്കല്ല ഈ 300. ആ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 300ലേക്ക് വരുന്നത്. അപ്പോൾ അവന് 8 മാർക്കാണ് അവിടെ ഡിഫറൻസ് വന്നത്. ഇനി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ SSLC സ്റ്റേറ്റ് സിലബസിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് 1 360 നമ്മൾ 300ലേക്ക് മാറ്റുമ്പോൾ അവന് 100 കിട്ടിയിരിക്കുന്നു. ഇതിൽ വീണ്ടും നമ്മൾ നോക്കുന്നു, ആഫ്റ്റർ സ്റ്റാൻഡേർഡൈസേഷൻ അവന് കിട്ടിയ മാർക്ക് 273 സംതിങ് ആണ്. അത് റൗണ്ട് ചെയ്തിട്ട് ഞാൻ 274 ആക്കി. അവന് 26.23 മാർക്കിൻ്റെ കുറവ് അവിടെ നമുക്ക് കാണാം. ഇത് ഞാൻ കുറവ് എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്ക് എന്ന് പറയാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. കുറവ് കൂടുതലെന്ന് വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എപ്പോഴും അവനൊരു ബോണസ് കിട്ടുക അല്ലെങ്കിൽ എനിക്ക് വലിയൊരു സംഭവം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ പലരും ഇതിനെ കാണുക. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്ക് എന്നാണ് നമ്മളിതിനെ പറയേണ്ടത്. സ്റ്റുഡൻറ്റ് 2, സ്റ്റുഡൻറ്റ് 3 കണ്ടോ, എല്ലാ ഫുള്ളടിച്ച കുട്ടികൾക്കൊക്കെ ഒരേ മാർക്കാണ്. കാരണം ഈ ഫുള്ളടിച്ച കുട്ടികളിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് സ്റ്റേറ്റ് സിലബസിൽ 1000 പേർക്ക് ഫുള്ളടിച്ചു. ഈ 1000 പേരിൽ മേ ബി 100 പേരെ നമ്മൾ എവിടെ കൊണ്ടിട്ടാലും ഫുള്ളായിരിക്കും. പക്ഷെ ബാക്കി 900 പേര് കൃത്യമായിട്ടും അവർക്ക് CBSEയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് 300 കിട്ടോ? നിങ്ങളോട് തന്നെ ചോദിക്കും, ഞാനതിന് ഉത്തരം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല. വേറെ ഒരു മന്ത്രമോ ഒന്നുമില്ല. ഇത് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഡാറ്റയാണ്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, വിഷമങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു മറുമരുന്ന്, ഇതിനെന്താണ് സൊല്യൂഷൻ? എന്തിനാണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ വിഷമത്തിലാക്കുന്നത്? എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരേ ഒരു സൊല്യൂഷനുള്ളൂ. നമ്മുടെ JEE മെയിൻസിലും അഡ്വാൻസ്ഡിലും നീറ്റിലും ഒക്കെ കാണുന്ന പോലെ സിലബസുകൾ തമ്മിലുള്ളൊരു മത്സരം, സിലബസുകൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ കയ്യിൽ കൺട്രോളും റാങ്ക് എൻ്റെ കയ്യിലും കൺട്രോളും എന്ന് പറഞ്ഞാൽ ശരിയല്ല. എനിക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരേ ഒരു പരീക്ഷ എൻ്റെ മുന്നിലേക്ക് തരൂ, ഞാനത് പഠിച്ചെഴുതുന്നു. ആ
ഒരേ പരീക്ഷ വെച്ചിട്ടാണ് എല്ലാ കുട്ടികളെയും കമ്പയർ ചെയ്യേണ്ടത് എന്നൊരവസ്ഥ കീം-ൽ വന്നാൽ ഈ പരാതികളെല്ലാം എന്നേക്കുമായി മാഞ്ഞു പോകും എന്നുള്ളതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഒരു ചോദ്യം നമ്മൾ, അതായത് വൺ സിംഗിൾ എക്സാം എന്നാണ് കൃത്യമായിട്ടുള്ള പ്രപ്പോസൽ. നിങ്ങൾ ആരോട് വേണം ചോദിച്ചോളൂ, ഇതാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേഷനിലൂടെ സംഭവം ചെയ്തിട്ട് കുട്ടികൾക്ക് ഇതിന് ആൻസർ നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല കാണിച്ചു കൊടുത്താൽ അവർ ഇത്രയും അധികം പഠിച്ചിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല പഠിച്ചിട്ട് ഇവർക്ക് ഇതിൻ്റെ പിറകെ നടക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം സ്റ്റേറ്റ് സിലബസിൻ്റെ മാർക്കിന് വില കുറഞ്ഞു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് സപ്ലൈ ഒരുപാട് കൂടി, മാർക്ക് കണ്ടമാനിട്ട് കൊടുത്തു. പക്ഷേ 2025 അങ്ങനെ തന്നെ സംഭവിക്കുന്ന ഈ കുട്ടികൾക്ക് എന്താ ഗ്യാരണ്ടി? ഞാൻ അതിലേക്ക് വരാം. കുട്ടികളല്ലല്ലോ പേപ്പർ ഇടുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ എൻട്രൻസിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും അല്ലെങ്കിൽ ആ കുട്ടികളെല്ലാം എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കൾച്ചറിലേക്ക് പോകും എന്നുള്ളത് നമ്മൾ ഒരു പക്ഷേ ആലോചിച്ചിട്ട് ഈ +2ൻ്റെ പ്രസക്തി കുറയില്ലേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ആ തോന്നൽ ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം JEE അഡ്വാൻസിനും മെയിൻസിനും ഒക്കെ വേണ്ടി, കീമിനും വേണ്ടിയും കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും JEEക്ക് വേണ്ടിയിട്ടാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നീറ്റിനൊക്കെ വേണ്ടി. പക്ഷെ അതിന് നമുക്ക് തടയാൻ പറ്റില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം അതാണ് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറ്റ്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള റേഷ്യോയിൽ പോകുമ്പോൾ ഒരു കോമ്പറ്റീഷൻ എപ്പോഴും കാണും. പക്ഷേ ഈ +2ൻ്റെ മാർക്കിൻ്റെ പ്രസക്തി കുറയാതിരിക്കാനും സ്കൂളുകളുടെ പ്രസക്തിയും അവിടുത്തെ ടീച്ചിങ് കുറയാതിരിക്കാനും തീർച്ചയായിട്ടും ഈ പ്രപ്പോസലിൽ നമുക്ക് ഒരു മിനിമം കട്ട് ഓഫ് വെക്കാം. ഇപ്പം എനിക്ക് തോന്നുന്നു അത്ര 50%, 40% തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് കട്ട് ഓഫ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് അതുകൊണ്ട് കുട്ടികളെ +2ൻ്റെ മാർക്ക് കൃത്യമായിട്ട് അവർ പഠിക്കാനുള്ള സീരിയസ്നെസ് വരും. അല്ലാതെ ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല, ഞാൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാത്രം പോയിക്കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ അതൊക്കെ കുറയാൻ ഒരു പക്ഷേ ഈ ക്രൈറ്റീരിയ കൂടി സഹായിക്കും. പക്ഷേ വൺ സിംഗിൾ എക്സാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഗോയിങ് ഫോർവേഡ്. ഇനി ഞാൻ മറ്റൊരു കാര്യം, ലാസ്റ്റ് കാര്യം, നമ്മൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് പല കാര്യങ്ങളും നമ്മളിതുവരെ ചർച്ച ചെയ്തു. ഒന്ന് നമ്മൾ കുട്ടികളുടെ കംപ്ലയിൻസിനെ പറ്റി പറഞ്ഞു, 2 നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഒന്ന് നമ്മൾ വെട്ടിപ്പൊളിച്ചതിനെ മനസ്സിലാക്കി. ഇനി എന്തൊക്കെയാണ് നമുക്ക് കുട്ടികളോട് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്ന് തീർച്ചയായിട്ടും കീം, JEE മെയിൻസ്, നീറ്റ്, അഡ്വാൻസ് ഇതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാ കുട്ടികളും എന്താണ് ഈ എക്സാമിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി, എന്തൊക്കെയാണ് അതിൻ്റെ പിറകിലെ കാര്യങ്ങളെന്ന് കൃത്യമായിട്ടും പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് വെറുതെ ഒരു ഡോക്യുമെൻ്റ് അവിടെ കിടക്കുന്നതല്ല, അവർ മനസ്സിലാക്കണം. അതിന് 1 മണിക്കൂർ എടുത്താലും 2 മണിക്കൂർ എടുത്താലും അവർ മനസ്സിലാക്കണം തീർച്ചയായിട്ടും. പോയിന്റ് നമ്പർ 2, കുട്ടികൾക്ക് ഇതിൽ വിഷമങ്ങളും പരാതികളും ഉണ്ടെങ്കിൽ നമ്മൾ മീഡിയയിലും അല്ലെങ്കിൽ കുട്ടികൾ വെറുതെ അവരുടെ വീടുകളിൽ നിന്ന് പറയുന്നതിന് പകരം അവർക്ക് തീർച്ചയായിട്ടും പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നുള്ളൂ. അത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വിദ്യാർത്ഥിയുടെ അവകാശമാണ്. അപ്പോൾ അവർക്ക് ഡാറ്റയുണ്ട്, ഞാൻ ഇന്നമാതിരി പ്രിപ്പയർ ചെയ്ത്, എൻ്റെ കയ്യിലല്ലല്ലോ ഇതിൻ്റെ കൺട്രോൾ. ഞാൻ CBSEയിൽ പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ കിട്ടുമായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചലഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് പെറ്റീഷൻസ് തീർച്ചയായിട്ടും ഫയൽ ചെയ്യാം. ഇറ്റ് ഈസ് അപ് ടു ദം. ഇനി നമ്മൾ ഇപ്പോൾ കീമിൻ്റെ റിസൾട്ടൊക്കെ വന്ന് അഡ്മിഷൻ്റെ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിൽ ഇരിക്കാതെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കുട്ടികളോട്, അവർക്ക് ഇനി ചെയ്യാനുള്ളത് കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ ഏറ്റവും അവർക്കിഷ്ടമുള്ള ബ്രാഞ്ച്, ഞാൻ ബ്രാഞ്ചിൻ്റെ കാര്യം ബെസ്റ്റ് എന്ന് പറയില്ല കാരണം അത് സബ്ജക്റ്റീവാണ്, അവർക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ അവർക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് കിട്ടാൻ ആ റാങ്ക് വെച്ചിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യത്തിലാണ് അവർ എഫർട്ട് ഇടേണ്ടത്. അല്ലാതെ തല കുനിച്ചിരുന്ന് എനിക്ക് നഷ്ടമായല്ലോ എന്ന് ആലോചിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ചത്, ഇങ്ങനെയല്ലല്ലോ ഞാൻ കരുതിയതെന്ന് ആലോചിച്ച് ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകരുത്. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗ്രൂപ്പായിട്ടോ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നമുക്ക് നമ്മുടെ പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ പോലെ അവരിലേക്ക് ഇത് കൃത്യമായിട്ട് സീരിയസ്നെസ് എത്തണം. എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇത് കൃത്യമായിട്ടും ഈ ഇമ്പാക്റ്റഡ് ആയി എന്ന് കരുതുന്ന വിദ്യാർത്ഥികളോട് സർക്കാരിൻ്റെ സംവിധാനം ഈ എഡ്യൂക്കേഷൻ്റെ ഫ്രീ ആക്കി സ്റ്റേറ്റ് സിലബസ് വെക്കുന്നു അല്ലെങ്കിൽ മാർക്കുകൾ വാരിക്കോരി കൊടുക്കുന്നു. അതേസമയം ഐ വിൽ ഇൻട്രൊഡ്യൂസ്, ഞാൻ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല എന്ന് രണ്ടും ഒരുമിച്ച് പറയുന്ന ആ ഒരു മെത്തേഡ് ഈ ജെന്വിൻ ആയിട്ട് ഇമ്പാക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു സ്മോളർ പോപ്പുലേഷനാണ് ഇമ്പാക്റ്റ് ആയിട്ടുള്ളത്, എല്ലാവരും ഇമ്പാക്റ്റ് ആയിട്ടില്ല. പക്ഷെ ആ കുട്ടികളോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് തീർച്ചയായിട്ടും ഞാൻ അതിനെ പറയും. പക്ഷേ ആ പോപ്പുലേഷൻ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ വെച്ച് അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
ഇനി വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, 2025 അതിനപ്പുറവും ചില കുട്ടികൾ ചോദിക്കാം, സാറേ നമ്മളിപ്പോൾ ഇതൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഭാവിയിൽ ഞാൻ സ്റ്റേറ്റ് സിലബസ് തിരഞ്ഞെടുക്കണോ CBSE സിലബസ് തിരഞ്ഞെടുക്കണോ? ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഡെപ്തിന് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അത് വലിയ ചോദ്യമാണ്. കാരണം ഇന്ന് ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട് നാളെ ഞാൻ CBSE എടുക്കും, ഞാൻ പകൽ രാത്രിയാക്കി പഠിച്ച് CBSEയിൽ കിട്ടാവുന്ന മാക്സിമം എന്നെ തടയാൻ ആർക്കും സാധിക്കില്ല. ഞാൻ 300-ൽ 300 മേടിച്ചിരിക്കും, CBSEക്കാർ എത്ര ടഫാക്കിയാലും ഞാൻ മേടിച്ചിരിക്കും എന്ന് പറയുന്ന കുട്ടികൾ അതിനുവേണ്ടി അധ്വാനിച്ച് പഠിച്ച് ഒരു 290 വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് സിലബസ് പെട്ടെന്ന് അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ വർഷം അവരൊന്ന് ടഫാക്കാൻ തീരുമാനിച്ചു. ഈ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ച് അവരതിനൊന്ന് ടൈറ്റാക്കി. ഒരുപക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് നേരെ റിവേഴ്സ് റേഞ്ചിൽ, അവിടെ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം റിവേഴ്സ് ആയിട്ടാണ് 2025 അതിന് ശേഷമോ അല്ലെങ്കിൽ 28-ൽ 29-ലൊക്കെ സംഭവിക്കുക. ഇപ്പോൾ 25-ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി കുട്ടികൾ 11 കഴിഞ്ഞ് 12-ൽ പകുതിയായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം നമ്മുടെ കയ്യിലല്ല, മനസ്സിലായി? അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാവുന്നത് നമ്മൾക്ക് ഏത് സിലബസാണ് എടുക്കുന്നത് അതിൽ മാക്സിമം ഷൈൻ ചെയ്യുക, ബാക്കി നമ്മൾ പ്രോസസ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോസസ്സിൽ വീണ്ടും ഞാൻ പറയുന്നു, 1 സിംഗിൾ എക്സാം ഈസ് ദ ബെസ്റ്റ് പ്രപ്പോസൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലായി. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കണമെന്ന് ഒരിക്കലും പറയില്ല. നമ്മളിവിടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.